എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഷെയർ ചെയ്യുന്നത് പ്രഷർ കുക്കറിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ബീഫ് കറിയുടെ റെസിപ്പിയാണ്. 3 പേർക്ക് സെർവ് ചെയ്യാൻ കണക്കിനുള്ള അളവാണ് പറഞ്ഞിട്ടുള്ളത്. പുട്ടിൻ്റെ, അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ കൂടെയും അതുപോലെ റൈസിൻ്റെ കൂടെയും ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 20 മുതൽ 30 അല്ലി വരെ ചെറിയുള്ളി, 2 തക്കാളി, 2 ഇഞ്ച് കനത്തിലുള്ള 2 കഷ്ണം ഇഞ്ചി, ഒരു 10 വെളുത്തുള്ളി, ഒരു 4 മുതൽ 6 വരെ പച്ചമുളക്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്ത് കളഞ്ഞിട്ടുള്ള 1/2 കിലോ അല്ലെങ്കിൽ 500 ഗ്രാം ഇറച്ചി എടുത്തിട്ടുണ്ട്. ഇറച്ചി പോത്തിറച്ചിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഉള്ളി ചെറുതായി മുറിച്ച് വെക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ഇടിച്ചെടുക്കണം. മിക്സിയുടെ ചെറിയ ജാറിലോ കല്ലിലോ ഇട്ടൊന്ന് ഇടിച്ചെടുക്കാം. ചെറിയുള്ളിയും തക്കാളിയും ചെറുതായി ഇതുപോലെ മുറിച്ച് വെക്കണം. ചെറിയുള്ളിക്ക് പകരം സവാള എടുക്കണം എന്നുള്ളവർക്ക് എടുക്കാം. കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുന്നത് ചെറിയുള്ളി യൂസ് ചെയ്യുമ്പോഴാണ്. ഇതുണ്ട്, കറിവേപ്പില കൂടി എടുത്ത് വയ്ക്കാം. കുക്കർ ചൂടായതിന് ശേഷം 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ ഒരു പച്ച മണം അല്ലെങ്കിൽ ഒരു റോസ് സ്മെല്ല് പോയി കഴിയുമ്പോൾ അതിലേക്ക് ചെറുതായി മുറിച്ച് വെച്ചിട്ടുള്ള സവാളയോ അല്ലെങ്കിൽ ചെറിയുള്ളിയോ ചേർത്ത് കൊടുക്കാം. ഒന്നങ്ങ് വഴറ്റിയതിന് ശേഷം ഒരു 2-3 മിനിറ്റിന് ശേഷം തക്കാളി കൂടി ചെറുതായി മുറിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് ഒരു 2-3 മിനിറ്റ് കൂടി നന്നായി ഒന്ന് വഴറ്റി വരുമ്പോഴേക്കും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ അല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം, 1 ടീസ്പൂൺ ഗരം മസാല അല്ലെങ്കിൽ മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. ഇത് ചെറിയ തീയിൽ വെച്ച് നന്നായി വഴറ്റിയെടുക്കണം. പൊടികളുടെ പച്ചമണം മാറിക്കിട്ടണം. എന്നാൽ പൊടികൾ കരിഞ്ഞു പോവാതെ ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് വഴറ്റി എടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇറച്ചി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബേബി ബഫല്ലോ അല്ലെങ്കിൽ ചെറിയ കുട്ടൻ്റെ ഇറച്ചിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേവ് കുറവായിരിക്കും. നിങ്ങൾ എടുക്കുന്ന ഓരോ മീറ്റിനനുസരിച്ചും വേവ് വ്യത്യാസം ഉണ്ടാവും. ബീഫ് നല്ല വേവുള്ള ബീഫും ഉണ്ടാവും, വേവ് കുറഞ്ഞതും ഉണ്ടാവും. ഇതിപ്പോൾ ഇളയതായതുകൊണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ വെന്ത് കിട്ടും. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല. വെള്ളം ഒഴിക്കാതെയും ഇത് വേവിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ആ ഒരു ബീഫിൽ നിന്നും അതുപോലെ നമ്മൾ ചേർത്ത് കൊടുത്ത ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൽ നിന്ന് ഇറങ്ങി ഇത് വെന്ത് കിട്ടും. പക്ഷേ എന്നാലും ഒരു 1/2 കപ്പ് അല്ലെങ്കിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതൊന്നങ്ങ് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുത്ത വെള്ളം നന്നായി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ആദ്യത്തെ 2 വിസിൽ ഹൈ ഫ്ലെയിമിൽ അടിച്ചെടുക്കാം. അതിനുശേഷം തീ കുറച്ച് ചെറിയ തീയിൽ വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. ഓരോ ബീഫിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് ബീഫിൻ്റെ വിസിൽ അടുപ്പിക്കുന്നതിൽ വ്യത്യാസം ഉണ്ടാവും. മിനിമം ഒരു 4 മുതൽ 6 വരെ വിസിൽ അടുപ്പിച്ചെടുക്കാം. ഇനി കുറച്ചും കൂടി മൂത്ത ബീഫാണെന്നുണ്ടെങ്കിൽ ചെറിയ തീയിൽ കിടന്നൊരു
10 വിസിൽ വരെ അടിച്ചാൽ നല്ല ടെൻഡറായിട്ട് നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും. എപ്പോഴും ബീഫ് വേവിക്കുന്നത് സ്ലോ കുക്ക് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ബീഫിന് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇനി ഇതിലേക്ക് താളിച്ച് വയ്ക്കാൻ വേണ്ടി കുറച്ച് തേങ്ങാക്കൊത്തും കുറച്ച് കറിവേപ്പിലയും ഒരു 2-3 വറ്റൽമുളകുമാണ് എടുത്തിട്ടുള്ളത്. ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി തേങ്ങാക്കൊത്ത് അതിലിട്ട് ഒന്നങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് തേങ്ങാക്കൊത്ത് ഒന്ന് ഫ്രൈ ആയി ചെറിയൊരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും വറ്റൽമുളകും കറിവേപ്പില ഇട്ടിട്ട് വേവിച്ച് വന്നിട്ടുള്ള ബീഫ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്നങ്ങ് മിക്സ് ചെയ്ത് സെർവ് ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ 2 വിസിലും ലോ ഫ്ലെയിമിൽ ഒരു 6 വിസിലും അടിച്ച് ബീഫ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. മുഴുവൻ പ്രഷറും പോയി കഴിഞ്ഞതിന് ശേഷം മാത്രം കുക്കർ തുറന്നു നോക്കുക. പെട്ടെന്ന് തുറക്കരുത്. മുഴുവൻ പ്രഷറും പോയി വരുമ്പോഴാണ് അത് കറക്റ്റായി വെന്ത് കിട്ടുന്നത്. അതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ ഉണ്ട്. കുറച്ച് ചാറ് മാത്രമേ ഉള്ളൂ, എന്നാൽ ഒരു റോസ്റ്റ് പോലെയല്ല. ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തും കറിവേപ്പിലയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം അങ്ങ് മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്. ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന ടേസ്റ്റിലുള്ള റെസിപ്പിയാണ്. ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കിയാൽ നിങ്ങൾ ഉറപ്പായിട്ട് ഇങ്ങനെ തന്നെ തയ്യാറാക്കും. ബീഫൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നല്ല ടെൻഡറാണ്, നല്ല ജ്യൂസി ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കണം. വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു കറി ഞാൻ പുട്ടിൻ്റെ കൂടെയും ഗീ റൈസിൻ്റെ കൂടെയും സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇനിയും നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.